ഹായ് ഓൾ, വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ ഫുൾ സ്വിങ്ങിൽ പോകുന്നുണ്ടായിരിക്കും. മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് APU എക്സാമിനേഷന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഒരു ബൂസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു എങ്കിൽ അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കുക. രാമു 36 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ദൂരം ഓടുന്നുണ്ടെങ്കിൽ അവൻ്റെ വേഗത കാണാനാണ് പറഞ്ഞത്. അപ്പം ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്, വേഗത. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 400 മീറ്റർ ദൂരം ഓടുന്നത്. അപ്പം ഡിസ്റ്റൻസ് 400. ബൈ ടൈം എത്രയാ? 36 സെക്കൻഡ് കൊണ്ടാണ് ഓടുന്നത്. അപ്പം ടൈം 36. അപ്പം ഇവിടുത്തെ സ്പീഡ് കിട്ടി 400/36. ഇനി യൂണിറ്റ് എന്താ? സ്പീഡിൻ്റെ യൂണിറ്റ് 2 ഉണ്ട്. കിലോമീറ്റർ പെർ ഹവറും ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡും ഉണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആയതുകൊണ്ട് സ്പീഡിൻ്റെ യൂണിറ്റ് കിട്ടുക മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ 400/36 മീറ്റർ പെർ സെക്കൻഡാണ്. കാരണം ഡിസ്റ്റൻസ് മീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ്. പക്ഷേ ഓപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലുള്ള യൂണിറ്റിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. അതെങ്ങനെയാ? പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അറിയാത്തവർ നോക്കിക്കോ. മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു യൂണിറ്റിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. മീറ്റർ പെർ സെക്കൻഡിലുള്ള യൂണിറ്റിനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ അയാൾ കിലോമീറ്റർ പെർ ഹവർ ആവും. അപ്പോൾ ഇവിടെ 400/36 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവറിലാകും. എത്രയാ കിട്ടുക? ചെറുതാക്കി നോക്കാം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളുകളൊക്കെ വെട്ടുന്ന പരിപാടി നിങ്ങൾക്കറിയാം. 18 1 18, 36 2 18, 5 1 5, 400 40 8 5, അപ്പം 485. ഇനി ബാക്കിയുള്ളത് മുകളിൽ ഒരു 80 ഉണ്ട്, താഴെ 2 ഉണ്ട്. ഉത്തരം 80/2 40 കിലോമീറ്റർ പെർ ഹവർ. അപ്പം അയാളുടെ വേഗത 40 കിലോമീറ്റർ പെർ ഹവർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കിട്ടിയില്ലേ? ഒന്നും കൂടെ പറയാം. സ്പീഡ് കാണാനാണ് ചോദ്യത്തിൽ പറഞ്ഞത്. സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 400, ടൈം 36. പക്ഷേ ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് വരിക. പക്ഷെ നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ ഹവറിലാണ്. മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരാളെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ അയാളെ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 400/36 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ ഞാൻ 18/5 കൊണ്ട് ഗുണിച്ചു. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾ 18 1 18, 36 2 18, 5 1 5, 400 85. അപ്പം മുകളിൽ 80, താഴെ 40, 2 80/2 40 കിലോമീറ്റർ പെർ ഹവർ. ഇനി ഈ ചോദ്യം ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇതേ മോഡലിലുള്ള മറ്റൊരു ചോദ്യം ഞാൻ പറയാം. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്ക്, ചെക്ക് ചെയ്ത് നോക്കാം. രാഹുൽ 100 മീറ്റർ ദൂരം 18 സെക്കൻഡ് കൊണ്ട് ഓടിയാൽ രാഹുലിൻ്റെ വേഗത കിലോമീറ്റർ പെർ ഹവറിൽ എത്ര? ചെയ്ത് നോക്കാം. അപ്പോൾ കാണേണ്ടത് സ്പീഡാണ്, വേഗത. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാ? 100 മീറ്റർ ദൂരം ഓടിയത്. അപ്പം ഡിസ്റ്റൻസ് 100. ടൈം എത്രയാ? 18 സെക്കൻഡാണ് എടുത്തത്. അപ്പം ടൈം 18.
അപ്പോൾ സ്പീഡ് കിട്ടി 100/18. പക്ഷേ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും ആയതുകൊണ്ട് ഇവിടെ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ്. പക്ഷെ നമുക്ക് വേണ്ട സ്പീഡിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ ഹവറിലാണ്. എന്താ ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 100/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് ഞാൻ ഗുണിച്ചു. ചെറുതാക്കി നോക്കാം. 18 വെട്ടി, 5 ഒരു 5 100 25. ഇനി വെട്ടാനൊന്നുമില്ല. ഉത്തരം കിട്ടി 20 കിലോമീറ്റർ പെർ ഹവർ. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പം ഇനി അതേപോലെയുള്ളത് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. റെഡിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സിയും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. ചെയ്തു നോക്കാം ഒന്നും കൂടെ. എങ്ങനെയാ? എയും ബിയും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 4:5. ബിയും സിയും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 20:30. അതൊന്ന് ചെറുതാക്കിക്കൂടെ? 0 വെട്ടിയ 2:3 എന്നാ കിട്ടുക. നമ്മളോട് കാണാൻ പറഞ്ഞത് എയും സിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ഇത് സ്ഥിരം ചോദ്യം. എയും ബിയും തമ്മിലുള്ള റേഷ്യോ 4:5, ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 2:3. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള ആളുകളുടെ റേഷ്യോ ചോദിക്കും, എയും സിയും തമ്മിലുള്ള റേഷ്യോ എത്ര? ഒന്നും കൂടെ. എയും ബിയും തമ്മിലുള്ള റേഷ്യോ 4:5, ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 20:30. അത് നമ്മൾ ചെറുതാക്കി രണ്ടിലും കോമൺ ആയിട്ട് 0 വെട്ടി ഉത്തരം 2:3. ചോദിച്ചത് എയും സിയും തമ്മിലുള്ള റേഷ്യോ. പല രീതികളുണ്ട്. A/B × B/C എന്നൊക്കെ എഴുതിയിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടി ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ A:B B:C തന്നിട്ട് A:C കാണാൻ ചോദിച്ചാൽ ആദ്യത്തെ റേഷ്യോ എഴുതുക 4:5. അടുത്ത റേഷ്യോ എഴുതുക 2:3. എന്നിട്ട് ഇവർ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ഗുണിക്കുക. അതായത് 4നെ 2 കൊണ്ടും 5നെ 3 കൊണ്ടും ഗുണിച്ച് റേഷ്യോ ആക്കി എഴുതുക. അതായത് 4 × 2 ഈസ്റ്റു 5 × 3. 4 2 8, 5 3 15. ഉത്തരം 8:15. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. A:B B:C തന്നിട്ട് A:C കാണാൻ ചോദിച്ചാൽ ആദ്യത്തെ റേഷ്യോ എഴുതുക 4:5, അടുത്ത റേഷ്യോ എഴുതുക 2:3. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ഗുണിച്ചിട്ട് റേഷ്യോ ആക്കിയാൽ ഉത്തരം കിട്ടും. 4നെ 2നെ കൊണ്ടും 5നെ 3നെ കൊണ്ടും ഗുണിച്ചിട്ട് റേഷ്യോ ആക്കുക. ദാറ്റ് ഈസ് 4 × 2 ഈസ്റ്റു 5 × 3. 4 2 8, 5 3 15. ഉത്തരം 8:15. ഓപ്ഷൻ ഡി. മനസ്സിലാക്കാൻ ഇതേ മോഡല് ഒരു ചോദ്യം കൂടെ ഞാൻ ചെയ്യാം. ഇതും APO എക്സാമിനേഷന് കുറച്ച് മുമ്പ് 2018 ചോദിച്ചതാണ്. അതേ മോഡൽ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. തുടങ്ങാം. ചോദ്യത്തിൽ തന്നത് A:B 4:5, B:C 6:7. കാണേണ്ടത് A:C. എങ്ങനെ കാണാം? ആദ്യത്തെ റേഷ്യോ എഴുതുക 4:5, അടുത്ത റേഷ്യോ എഴുതുക 6:7. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ഗുണിച്ചിട്ട് റേഷ്യോ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് 4നെ 6 കൊണ്ടും 5നെ 7 കൊണ്ടും ഗുണിച്ചിട്ട് അത് റേഷ്യോ ആക്കുക. 6 4 24, 5 7 35. ഉത്തരം 24:35. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇനി അതേ മോഡൽ എങ്ങനെ വന്നാലും നിങ്ങൾ എഴുതുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ. ഒരു സാധനത്തിൻ്റെ വില 80 രൂപ. ഇതിൻ്റെ വില 25% കൂടി. അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു. അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ത്? തുടങ്ങാം. അതായത് ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ വില 80 രൂപ. ആദ്യം അത് 25% കൂടി. ഇപ്പോൾ ഒരു തുക കിട്ടിയിട്ടുണ്ടല്ലോ, 25% കൂടിയൊരു തുക. അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു എങ്കിൽ ഇപ്പോഴത്തെ വില എന്താ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് മനക്കണക്കൊക്കെ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയാം. ആദ്യം സാധനത്തിൻ്റെ വില എഴുതുക 80 ഗുണിക്കണം 25% കൂടി. ഒറിജിനൽ 100%.
25% കൂടി എന്ന് പറഞ്ഞാൽ 125%. 125% എന്ന് പറഞ്ഞാൽ 125/100 ഇൻറ്റു 25% കുറഞ്ഞു. 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എമൗണ്ട് 100%. 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 75%. 75% എന്ന് പറഞ്ഞാൽ 75/100. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ചെയ്ത് നോക്കാം. 75-ൽ 3 25, 100-ൽ 4 25, 125-ൽ 5 25, 100-ൽ 4 25, 4-ൽ 1 4, 80-ൽ 20 4, 4-ൽ 1 4, 20-ൽ 5 4. ഉത്തരം 5 × 5 × 3, 5 5 25, 25 × 3 75. ആൻസർ ഈസ് ഓപ്ഷൻ എ 75. സിമ്പിൾ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇത് APU എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം. ഒന്നും കൂടെ കാണിക്കാം. 80 രൂപ ആദ്യം 25% കൂടി, പിന്നെ 25% കുറഞ്ഞു എങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാണ്? ആദ്യം 80 രൂപയാണ് ഉണ്ടായിരുന്നത്. അത് 25% കൂടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എമൗണ്ട് 100%. 25% കൂടി എന്ന് പറഞ്ഞാൽ 125%. അതായത് 125/100 ഇൻറ്റു വീണ്ടും 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 100, 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 75%. അതായത് 75/100. ഇത് ചെയ്താൽ ഉത്തരം കിട്ടും. ഫൈനൽ എമൗണ്ട് എങ്ങനെയാണ് ചെയ്യുക? വെട്ടാം. 25-ൽ 3 25, 75-ൽ 3 25, 100-ൽ 4 25, 125-ൽ 5 25, 100-ൽ 4 25, 4-ൽ 1 4, 80-ൽ 20 4, 4-ൽ 1 4, 20-ൽ 5 4. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 5 × 5 × 3, 5 5 25, 25 × 3 75. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇതേ മോഡൽ ഒന്നും കൂടെ ചെയ്ത് അത് സെറ്റ് ആയിക്കോളും. ഇനിയൊക്കെ വേണമെങ്കിൽ മനക്കണക്കായിട്ടൊക്കെ ചെയ്യാം. 80-ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 80-ൻ്റെ 1/4 ഭാഗം, 80-ൻ്റെ അര ഭാഗം 40, അപ്പം 1/4 ഭാഗം 20. അപ്പം 80-ൻ്റെ 1/4 ഭാഗം 20. അത് കൂടി എന്ന് പറഞ്ഞാൽ 80 + 20 100 ആയി. ഇനി അതിൻ്റെ 25% കുറഞ്ഞു. 100-ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ്. 100-ന്ന് 25 കുറച്ച് 75. അങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാം. ചിലർക്ക് അത് കത്തും, ചിലർക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഇത് മനസ്സിലാക്കാൻ ഒന്നും കൂടെ ഇതേ മോഡലിൽ ചെയ്തു നോക്കാം. ഒരു ചോദ്യം. 400 രൂപയുടെ സ്കൂൾ ബാഗ് 25% വില കൂട്ടിയ ശേഷം 10% വില കുറച്ചാൽ ഇപ്പോഴത്തെ വില എത്ര? ചെയ്തു നോക്കാം. 400 രൂപയാണ് സ്കൂൾ ബാഗിൻ്റെ വില ഇൻറ്റു 25% കൂട്ടി എന്ന് പറഞ്ഞാൽ 100% ഒറിജിനൽ വില. 25% കൂട്ടി എന്ന് പറഞ്ഞാൽ 125%. അതായത് 125/100 ഇൻറ്റു 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 100% ഒറിജിനൽ വില. 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 90%. അതായത് 90/100. ഇനി അങ്ങോട്ട് ചെയ്താൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ചെയ്തു നോക്കാം. എങ്ങനെയാ? സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടുത്തെ 2 0-ഉം ഇവിടുത്തെ 2 0-ഉം വെട്ടി. അടുത്തത് 125-ൽ 5 25, 100-ൽ 4 25. ഈ 4-ഉം ഈ 4-ഉം വെട്ടി. ഇനി അവിടെ ബാക്കിയുള്ളത് 5 × 90 മാത്രമാണ്. 9 5 45. അപ്പം 95 450. ഇപ്പോഴത്തെ വില 450. ഓപ്ഷൻ എ. സിമ്പിൾ. ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ധാരണ വന്നില്ലേ? സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതാണ് ആ രീതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയം 4:20 ആണെങ്കിൽ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇങ്ങനെ ഒരു സമയം തന്നിട്ട് 4:20, 5:30, 9:40, 8:15 ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയം തന്നിട്ട് ആ സമയത്തിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ആ കോണളവ് കണ്ടെത്താനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. എന്താണ് ഇടയിലുള്ള കോണളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? 30h - 11/2m. അതിനൊരു മോഡുലസ് ഇട്ട് കൊടുക്കും. അതായത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. നെഗറ്റീവ് എടുക്കരുത്. ആംഗിളൊന്നും നമ്മൾ നെഗറ്റീവായിട്ട് പറയൂല. പറയും ഈ നമ്മുടെ കേസിലൊന്നും പറയൂല. അപ്പോൾ ഒരു ടൈം തന്നിട്ട് ആ ടൈമിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ തന്നാൽ കണ്ടെത്താനുള്ള എളുപ്പവഴി 30h - 11/2m. h എന്ന് പറഞ്ഞാൽ ഹവർ, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ചെയ്താൽ മതി. 30h-ഉം 11/2m തരിക. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുക. നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് വാല്യൂ ഇടുക.
അതിലൊരു പ്രശ്നമുണ്ട്. കിട്ടുന്ന ഉത്തരം 180നേക്കാൾ വലുതാണെങ്കിൽ 360 ആ വില കുറച്ചതാണ് ഉത്തരം കിട്ടുക. അത് അങ്ങനെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യണം. ഈ ചോദ്യത്തിൽ അങ്ങനെ വരുന്നുണ്ടോ നോക്കാം. എന്തായാലും നിങ്ങൾ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. ഒരു പെർട്ടിക്കുലർ ടൈം തന്നാൽ ആ ടൈമിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 30h - 11/2m. ചെയ്തു നോക്കാം. ഇക്വേഷൻ 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹവർ, എത്ര ഹവറാ? 4 ഹവർ, മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ മിനിറ്റ്, എത്രയാ മിനിറ്റ്? 20. ചെയ്തു നോക്കാം. 30 ഇൻറ്റു 4, 3 4 12, അപ്പോൾ 30 ഇൻറ്റു 4 120 കിട്ടും. മൈനസ് 2 ഒരു 2 20 10 2, 11 ഇൻറ്റു 10 110 അവിടെ കിട്ടുന്നു. 120 110 കുറച്ചാൽ 10 ഡിഗ്രിയാണ് ഉത്തരം കിട്ടുക. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 10 ഡിഗ്രി. അപ്പം 4:20 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 10 ഡിഗ്രിയാ. എന്താ ഇക്വേഷൻ? 30h - 11/2m. 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഇവിടെ ഹവറാണ്, ഹവർ 4, മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ മിനിറ്റാണ്, മിനിറ്റ് 20. വെട്ടിക്കളയുമ്പോൾ ഉത്തരം കിട്ടുക 120 - 110, 10 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് നമ്മുടെ വേ. സെറ്റല്ലേ? ഒന്നും കൂടെ ഇതേ മോഡൽ ചെയ്താൽ സെറ്റ് ആയിക്കോളും. വൺസ് അഗെയിൻ ഒരു ക്ലോക്കിലെ സമയം 8:30 ആണെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സമയം തന്നിട്ട് ആ സമയത്തിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് ചോദിച്ചാൽ ഇക്വേഷൻ 30h - 11/2m ചെയ്താൽ മതി. 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹവർ 8, മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ മിനിറ്റ് 30. 30 ഇൻറ്റു 8 എത്രയാ? 3 8 24, അപ്പോൾ 38 240. 2 ഒരു 2 കിട്ടുന്നു. 30 15 2, അപ്പോൾ 11 ഇൻറ്റു 15 ഗുണിക്കണം 165 കിട്ടുന്നു. 240 165 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 75. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള കോണളവ് കിട്ടുന്നു. ഓപ്ഷൻ ഡി 75 ഡിഗ്രി. ഇതാണ് പരിപാടി. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള കോണളവ് ഓപ്ഷൻ ഡി 75 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചെയ്യുക. ധാരണ കിട്ടിയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് ലഘൂകരിക്കുക. 8⁻2/3 ഇൻറ്റു 27⁻2/3. ഇത് എക്സ്പോണൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇതിനെ സിംപ്ലിഫിക്കേഷൻ നടത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നോക്കാം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 8⁻2/3 ഇൻറ്റു 27⁻2/3 ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. എക്സ്പോണൻസിൻ്റെ ഒരു ധാരണ വേണം, എന്നാലും നോക്കാം. ഇതിൽ മുകളിൽ പവർ ഫ്രാക്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ അതിൽ താഴെയുള്ള നമ്പർ ഉണ്ടല്ലോ 3, 8നെ ഏതെങ്കിൻ്റെയും ക്യൂബാക്കി എഴുതാൻ പറ്റുമോ നോക്കുക. ഇവിടെയും 3 താഴെയെങ്കിൽ 27നെ എന്തിൻ്റെയെങ്കിലും ക്യൂബാക്കി എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഐഡിയ ക്യൂബാക്കി എഴുതുന്നതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പോൾ ചെയ്തു നോക്കാം എങ്ങനെയാണ് ക്യൂബാക്കിയിട്ട് എഴുതാൻ പറ്റുക. നിങ്ങൾക്കറിയാലോ 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബല്ലേ. അപ്പോൾ 8ന് പകരം 2 ക്യൂബ് എഴുതി. ഹോൾ റൈസ് ടു ഒരു 2/3 ഉണ്ട്. ഇൻറ്റു 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബല്ലേ. അപ്പം 3 ക്യൂബ് എന്ന് എഴുതി. ഹോൾ റൈസ് ടു ഒരു 2/3 ഉണ്ട്. ഇനി പവറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n ആണ് ഉത്തരം. ഇത് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോണൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. a⁻m ഹോൾ റൈസ് ടു n വന്നാൽ a⁻m ഇൻറ്റു n ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ഇവിടെ 2 ക്യൂബ് ഹോൾ റൈസ് ടു 2/3 വന്നാൽ 2⁻3 ഇൻറ്റു 2/3 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ 3 ക്യൂബ് ഹോൾ റൈസ് ടു 2/3 വന്നാൽ 3⁻3 ഇൻറ്റു 2/3 എന്ന് എഴുതാം. 3യും 3യും വെട്ടും, ഇവിടെയും 3യും 3യും വെട്ടുന്നു. ഉത്തരം 2² ഇൻറ്റു 3². 2² 4, 3² 9, 4 ഇൻറ്റു 9 ഉത്തരം കിട്ടുന്നു 36. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ്പോണൻസിലെ ചോദ്യമാണ്.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരാറുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് APU എക്സാമിനേഷന് കണ്ടിട്ടുണ്ടായിരുന്ന എക്സ്പൊണൻഷ്യൽ ചോദ്യമാണ്. അപ്പോൾ എന്താ 8, 27 എന്തിൻ്റെങ്കിലും ക്യൂബുകളോ സ്ക്വയറുകളോ ആണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. 8, 27 ക്യൂബുകളാണ്. അപ്പം തന്നെ മാറ്റി എഴുതുക. 8നെ 2 ക്യൂബ് എന്ന് എഴുതി, 27നെ 3 ക്യൂബ് എന്ന് എഴുതി. അപ്പോൾ ഇവിടെയുള്ള 3ഉം ഇവിടെയുള്ള 3ഉം വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 2 സ്ക്വയർ ഇവിടെ 3 സ്ക്വയർ. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 × 9 36 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിനേക്കാളും കനത്തിൽ എക്സ്പൊണൻഷ്യലിന്റെ ചോദ്യം കുറച്ച് മുമ്പ് APU എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞാൽ കുറച്ച് പഴയ ഒരു ചോദ്യം. ഇതിനേക്കാളും കനത്തിൽ എക്സ്പൊണൻഷ്യൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ചോദ്യം. APU എക്സാമിനേഷന് തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. എക്സ്പൊണൻഷ്യൽ ചോദ്യമാണ്. കുറച്ചും കൂടെ കനമുള്ള ചോദ്യം. 64⁻1/3 × 8⁻4/3 × 27⁻⁻1/3 × 36⁻⁻1/2 ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അവിടെയുള്ള സംഖ്യകളൊക്കെ എന്തിൻ്റെങ്കിലും സ്ക്വയറുകളോ ക്യൂബുകളോ ഒക്കെ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 64നെ ക്യൂബാക്കി എഴുതാം. എന്നാൽ ഈ 3 വെട്ടിപ്പോവും. അതാണ് എൻ്റെ ഐഡിയ. 64 ആരുടെ ക്യൂബാ? 4ൻ്റെ ക്യൂബാ. അപ്പോൾ 64നെ ഞാൻ 4 ക്യൂബ് എന്ന് എഴുതി. ഇനി മുകളിലൊരു 1/3 ഉണ്ട്. അപ്പം തന്നെ കാര്യം മനസ്സിലായി. 3 വെട്ടും. അടുത്ത് 8നെ 2 ക്യൂബ് എന്ന് എഴുതാം. പിന്നെ മുകളിലൊരു 4/3 ഉണ്ട്. അപ്പം തന്നെ മനസ്സിലായി 3 വെട്ടും. 27നെ 3 ക്യൂബ് എന്ന് എഴുതാം. മുകളിലുള്ളത് ഒരു -1/3. അത് നമുക്ക് ലാസ്റ്റ് സൈസ് ആക്കാം. 36നെ നമുക്ക് സ്ക്വയർ ആക്കി എഴുതാനേ പറ്റുള്ളൂ. 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ഹോൾ റൈസ് ടു ഒരു -1/2. ഇനി വെട്ടാൻ തുടങ്ങാം. ഇതെങ്ങനെയാ? ഈ 3ഉം ഈ 3ഉം വെട്ടി. ഇവിടെ ഉത്തരം 4 ഇൻറ്റു ഈ 3ഉം ഈ 3ഉം വെട്ടി. ഉത്തരം 2⁻4. ഈ 3ഉം ഈ 3ഉം വെട്ടി. ഉത്തരം 3⁻1. ഈ 2ഉം ഈ 2ഉം വെട്ടി. ഉത്തരം 6⁻1. ചെയ്യാം. 4⁻1 4 തന്നെ. 2⁻4 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 2 × 2 2 2 4 4 2 8 8 2 16. 3⁻1 എന്താ? നെഗറ്റീവ് പവർ വന്നാൽ അതിന് ഉൾട്ടടിച്ച് എഴുതിയാൽ മതി. പഠിച്ചിട്ടുണ്ടാകും. a⁻1 എന്ന് പറഞ്ഞാൽ 1/a ആണ്. അതൊരു റൂളാ എക്സ്പൊണൻഷ്യലിന്റെ. അപ്പം 3⁻1 എന്ന് പറഞ്ഞാൽ 1/3. 6⁻1 എന്ന് പറഞ്ഞാൽ 1/6. ചെയ്തു നോക്കാം. ചെറുതാക്കാനുള്ളൊക്കെ ചെറുതാക്കുക. 6ൽ 3 2, 16ൽ 8 2. ഇനി മുകളിലുള്ളത് 4 × 8 32. താഴെയുള്ളത് 3 × 3 9. ഉത്തരം കിട്ടുന്നു 32/9. ഓപ്ഷൻ സി. കുറച്ച് കനത്തിൽ എക്സ്പൊണൻഷ്യൽ ഉണ്ടായൊരു ചോദ്യം. അപ്പം എന്താ നമ്മൾ ചെയ്ത് ഒന്നും കൂടെ പറയാം. 64നെ 4 ക്യൂബ് എന്ന് എഴുതി. 8 2 ക്യൂബ്. 27നെ 3 ക്യൂബ്. 36ന് 6 സ്ക്വയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, സാർ എന്ത് അടിസ്ഥാനത്തിലായി ക്യൂബും സ്ക്വയറൊക്കെ മനസ്സിലാവുക? എടാ, ഫ്രാക്ഷൻ്റെ മുകളിലുള്ള പവറിൽ താഴത്തെ സംഖ്യ നോക്കിയാൽ മതി. 3 ആണെങ്കിൽ ക്യൂബാക്കി എഴുതുക, 2 ആണെങ്കിൽ സ്ക്വയർ ആക്കി എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 വന്നത്. അപ്പോൾ 64നെ ക്യൂബാക്കി എഴുതി 4 ക്യൂബ്. ഇവിടെയും 3. അപ്പോൾ 8 2 ക്യൂബ് 3. 27നെ 3 ക്യൂബ്. ഇവിടെ 2. അപ്പോൾ 36നെ സ്ക്വയർ ആക്കി എഴുതണം 6 സ്ക്വയർ. എന്നിട്ട് 3 3 വെട്ടി. ഇവിടെ 3 3 വെട്ടി. 3 3 വെട്ടി. 2 2 വെട്ടി. ബാക്കി 4⁻1. ഇവിടെ വേണമെങ്കിൽ 4⁻1 എന്ന് എഴുതി. അടുത്ത 2⁻4, 3⁻1, 6⁻−1. 4⁻1 4 തന്നെ. 2⁻4 എന്ന് പറഞ്ഞാൽ 2 4 പ്രാവശ്യം ഗുണിക്കുക. 2 × 2 × 2 × 2 2 2 4 4 2 8 8 2 16. 3⁻−1 അത് റൂളാണ് എക്സ്പൊണൻഷ്യലിന്റെ. a⁻−1 എന്ന് പറഞ്ഞാൽ 1/a ആണ്. അപ്പോൾ 3⁻−1 1/3. 6⁻−1 1/6. വെട്ടിക്കളഞ്ഞു. 6ൽ 3 2, 16ൽ 8 2. മുകളിൽ ബാക്കിയുള്ളത് 4 8 32. താഴെ 3 9. ഉത്തരം 32/9. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1 + 2 + 3 + എക്സെട്ര + 50 അതിൻ്റെ വില എന്താ? 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇത് സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. 1 + 2 + 3 + എക്സെട്ര + 50 എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ഈ 1 മുതൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ n × n + 1/2 അതിൽ n എന്ന് പറഞ്ഞാൽ
1 മുതൽ തുടർച്ചയായ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണോ കാണേണ്ടത് അതാണ് എന്നിൻ്റെ അടുത്തിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് അല്ലേ. 1 + 2 + 3 + 4 + എക്സെട്ര എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ തുകയാ എത്ര വരെയുള്ള 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പം നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1/2. n എന്ന് പറഞ്ഞാൽ ഇവിടെ 50, n+1 എന്ന് പറഞ്ഞാൽ 50നോട് 1 കൂട്ടി 51 ഡിവൈഡഡ് ബൈ 2. 2 ഒരു 2, 50 25 2. 25 × 51 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1275 ഓപ്ഷൻ ബി എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒന്നും കൂടെ പറയാം. 1 + 2 + 3 + എക്സെട്ര + 50 എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടർച്ചയായ 50 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്തുക. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1/2. n എന്ന് പറഞ്ഞാൽ 50, അപ്പം 50 × n+1 51/2. ഉത്തരം കിട്ടുന്നു 1275. അതേ മോഡൽ മറ്റൊരു ചോദ്യം. 1 + 3 + 5 + 9 + എക്സെട്ര + 99. അതെന്താ? ഒറ്റ സംഖ്യകളാ. 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n². n എന്ന് പറഞ്ഞാൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അതാണ് n. അപ്പോൾ ആലോചിക്ക്, 1, 3, 5 പോയി 99 വരെ എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? 100 മുതൽ അല്ലെങ്കിൽ 100 വരെ 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യകളും ഉള്ളത്. അപ്പോൾ 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം 50. അപ്പോൾ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. n എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50² 50² എത്രയാ? 2500. ഉത്തരം ഓപ്ഷൻ ബി. ഇതാണ് ഐഡിയ. ഒന്നും കൂടെ പറയാം. 1 + 3 + 5 + എക്സെട്ര + 99 എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക 1, 3, 5 എക്സെട്ര എന്ന് പറയുന്നത് ഒറ്റ സംഖ്യകളാണ്. 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 99 വരെ എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? 50 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ ചോദ്യം എങ്ങനെയാ? ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുക. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n². n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണത്തിൻ്റെ? ഇവിടെ 50 എണ്ണത്തിൻ്റെ. അപ്പോൾ n² എന്നുള്ളിടത്ത് 50² ആകും. 50² എന്ന് പറഞ്ഞാൽ 2500. അപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നുക, നേരത്തെ 50 എന്ന് വന്നുകൊണ്ട് 50 കൊടുത്തല്ലേ, അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 99 അല്ലേ എന്ന് തോന്നും. അല്ല, 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം 50 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സെറ്റ്. അടുത്തതിലേക്ക് കടക്കാം. 2008 ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2009 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഇവിടുത്തെ പ്രത്യേകത ദിവസം മാറുന്നില്ല, പകരം വർഷമാണ് മാറുന്നത്. 2008 ജനുവരി 1 എന്ന് പറഞ്ഞാൽ 1/1/2008 ഇതൊരു ചൊവ്വാഴ്ചയാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞു. നമ്മളോട് കാണാൻ പറഞ്ഞത് 1/1/2009 ഏത് മാസമാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഒന്നും കൂടെ, 1/1/2008 ഒരു ചൊവ്വാഴ്ചയാണെങ്കിൽ 1/1/2009 ഏത് ദിവസമായി? ഇത് കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. അതിൽ തന്നെ ഏത് ചോദ്യ? അതായത് ഒരേ ദിവസം ഡിഫറൻറ്റ് കൊല്ലത്തിൽ ഏത് ദിവസമായിട്ട് മാറും? ഇതാണ് ഐഡിയ. അതായത് ജനുവരി 1-ാം തീയതി 2008 ചൊവ്വാഴ്ചയാണെങ്കിൽ 2009 ജനുവരി 1-ാം തീയതി എത്രയാ? അത് കാണാൻ സിമ്പിളാണ്. ഓരോ കൊല്ലം കൂടുന്തോറും ദിവസം 1 മാറുകയാണ് ചെയ്യുക. പക്ഷേ കൂടുന്നത് ലീപ്പ് ഇയർ ആണെങ്കിൽ ദിവസം 2 കൂടും. ഇതാണ് ഐഡിയ. ഒന്നും കൂടെ പറയാം. കൊല്ലത്തിനനുസരിച്ച് മാറുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടായാൽ അത് ചെയ്യാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1/1/2005 അത് ചൊവ്വാഴ്ചയാണെങ്കിൽ 1/1/2006 ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം കൂടും, ചൊവ്വ മാറിയിട്ട് ബുധനാഴ്ചയാകും. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം കൂടും. കാരണം എന്താ? ഫെബ്രുവരിയിൽ ഒരു 29 കൂടെ ഉണ്ടാകും. അടുത്തത് 1/1/2007 ലീപ്പ് ഇയർ ഒന്നുമല്ല, അപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടും, ബുധൻ മാറിയിട്ട് ഇവിടെ വേഴമാകും.
അടുത്തത് 1/1/2008 ലീപ്പ് ഇയർ ആണ്, പക്ഷേ ലീപ്പ് ഇയറിന്റെ ഫെബ്രുവരി 29 എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെയും ഒന്നാ കൂടുക, വേഴം മാറി വെള്ളിയാകും. അടുത്തത് 1/1/2009 വരികയാണെങ്കിൽ ഇവിടെ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി 29 ഈ ഗ്യാപ്പിലാണ് വരിക. അപ്പൊ 2 ദിവസം കൂടും. അപ്പൊ വെള്ളി മാറിയിട്ട് ശനിയാകും. ഇതാണ് ഐഡിയ. അതായത് ഒരേ ഡേറ്റ് ഡിഫറൻറ്റ് കൊല്ലത്തിൽ ഏത് ദിവസമാണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ലീപ്പ് ഇയറിലുള്ള ഫെബ്രുവരി 29 ആ ഗ്യാപ്പിൽ വരുന്നുണ്ടെങ്കിൽ 2 കൂട്ടിക്കൊടുക്കണം. ഇതാണ് ഐഡിയ. ചോദ്യം നോക്കാം. 1/1/2008 അത് ചൊവ്വാഴ്ചയാന്ന് ചോദ്യത്തിൽ പറഞ്ഞു. നമ്മളോട് കാണാൻ പറഞ്ഞത് 1/1/2009 ഏത് ദിവസമാണെന്ന് പറയണം. 2008 ലീപ്പ് ഇയർ ആണ്, കാരണം 4ന്റെ മൾട്ടിപ്പിളാ. ലീപ്പ് ഇയർ ആണോ എന്ന് എങ്ങനെ നോക്കുക? 2008നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലീപ്പ് ഇയറാ. അപ്പൊ 2008 ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ആ ഗ്യാപ്പിൽ വരുന്നുണ്ടോ നോക്കുക. 1/1 എന്ന് പറഞ്ഞാൽ ജനുവരി 1, അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 29 ഈ ഗ്യാപ്പിലാണ് വരിക. അപ്പൊ 2 ദിവസം കൂടും. ചൊവ്വ കൂടിയിട്ട് 2 ദിവസം എന്ന് പറഞ്ഞാൽ ബുധൻ വേഴം. അപ്പൊ ഉത്തരം കിട്ടുക ഓപ്ഷൻ സി, വേഴം എന്നാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാ ഐഡിയ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരേ ഡേറ്റ് ഡിഫറൻറ്റ് കൊല്ലത്തിൽ ഏത് ദിവസമാണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഫെബ്രുവരി 29 ആ ഗ്യാപ്പിൽ വരുന്നുണ്ടെങ്കിൽ 2 കൂട്ടുക, വരുന്നില്ലെങ്കിൽ 1 കൂട്ടുക. ഇത്രയേ ഉള്ളൂ. ലീപ്പ് ഇയർ ആണോ നോക്കിയിട്ടോ. ഒന്നും കൂടെ. 2008 മാർച്ച് 1 ശനിയാണെങ്കിൽ 2009 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? ചെയ്ത് നോക്കാം. മാർച്ച് 1 എന്ന് പറയുമ്പോൾ 1/3/2008 ഇതൊരു ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1/3/2009 ഏത് ദിവസം? അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിക്കും 2008 ലീപ്പ് ഇയറാ, 4ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ 2 അല്ലേ കൂട്ടി കൊടുക്കണ്ടേ? അല്ല. 2008 ലീപ്പ് ഇയർ ആകുന്നത് ഫെബ്രുവരി 29 വരുന്നോണ്ടാ. പക്ഷെ ഇവിടെ തുടങ്ങുന്നതന്നെ മാർച്ചിലാ. ഫെബ്രുവരി 29 ഈ ഗ്യാപ്പിൽ വരുന്നില്ല. അപ്പൊ ഇവിടെ 1 കൂട്ടിയാൽ മതി, 2 കൂട്ടണ്ട. ശനിയോട് 1 കൂട്ടിയാൽ ഉത്തരം കിട്ടുന്നു ഞായർ. ഓപ്ഷൻ ഡി. ഐഡിയ മനസ്സിലായോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഐഡിയ ആണ്. ഫെബ്രുവരി 29 ലീപ്പ് ഇയറിൽ ആ ഗ്യാപ്പിൽ വരുന്നുണ്ടെങ്കിൽ 2 കൂട്ടുക, ഇല്ലെങ്കിൽ 1 തന്നെ. ഇവിടെ 2008 ലീപ്പ് ഇയർ ആണ്, പക്ഷെ ഫെബ്രുവരി 29 അതിന് മുമ്പേ ആണ് വരുന്നത്. അതുകൊണ്ട് 1 കൂട്ടിയാൽ മതി, ഞായറാണ് ഉത്തരം കിട്ടുക. ഒന്നും കൂടെ കറക്റ്റ് ആക്കാൻ. 1992 ഫെബ്രുവരി 20 വേഴം, അതായത് 20/2/1992 ഇതൊരു വേഴമാണെങ്കിൽ 20/2/1993 ഏത് ദിവസമായിരിക്കും? 1992 ലീപ്പ് ഇയറാ, കാരണം 92 4ന്റെ മൾട്ടിപ്പിളാ. ലീപ്പ് ഇയർ ആണെങ്കിൽ 2 കൂട്ടണോ എന്ന് ആലോചിക്കുക. എപ്പോഴാ? ഫെബ്രുവരി 29 ആ കാലയളവിൽ വരുന്നുണ്ടോ? ഫെബ്രുവരി 20 വരെ എവിടെ? 29 ഈ ഗ്യാപ്പിലാ വരിക. അപ്പൊ 2 കൂട്ടണം. വേഴത്തിനോട് 2 കൂട്ടിയ വെള്ളി ശനി, ഉത്തരം കിട്ടുക ഓപ്ഷൻ എ, ശനി. ഇങ്ങനെയാണ് ആ ചോദ്യം ചെയ്യുക. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിന്റെ വൃത്തപരിധിയും പരപ്പളവ് ഇവ തുല്യമായാൽ വ്യാസം എത്ര? അതായത് ഒരു വൃത്തം സർക്കിളിന്റെ ചുറ്റളവ് പെരിമീറ്ററും പരപ്പളവ് ഏരിയയും തുല്യമായാൽ അതിൻ്റെ ഡയാമീറ്റർ വ്യാസം എത്രയാണ്? ഈ ജിയോമെട്രിയുടെ ചോദ്യങ്ങളൊക്കെ പല ആളുകൾക്കും ഇംഗ്ലീഷ് ടേം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. വൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. പരപ്പളവ് വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ, വ്യാസം എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാ: ഒരു വൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും തുല്യമാണെങ്കിൽ ആ വൃത്തത്തിന്റെ വ്യാസം എത്രയാന്നാണ് ചോദ്യം. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ് എന്ന് നമുക്കറിയാം. വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ πr² ആണെന്നും അറിയാം. 2πrഉം πr² തുല്യമാണെങ്കിൽ നമുക്കവിടെ വെട്ടിക്കളയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കാം. π × r² എന്ന് പറഞ്ഞാൽ r × r. ഇനി ആരൊക്കെ വെട്ടാം? പയ്യും വെട്ടി, ഒരാറും വെട്ടി. അപ്പൊ ബാക്കിയുള്ള എന്താ? ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ കിട്ടി r = 2. r എന്ന് പറഞ്ഞാൽ റേഡിയസാ. റേഡിയസ് 2 ആണെങ്കിൽ, ആരം 2 ആണെങ്കിൽ വ്യാസം ആരത്തിന്റെ ഡബിളാ വ്യാസം. വ്യാസം 4 യൂണിറ്റ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.
ഇത് ഏത് ഭാഗത്തിലെ ചോദ്യ? ഇത് ജിയോമെട്രിയുമായി ബന്ധപ്പെട്ടിട്ട് APOക്ക് വന്നിട്ടുള്ള ചോദ്യ. ഒന്നും കൂടെ പറയാം, സംഗതി സിമ്പിളാ, ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രം മതി. ഒന്നും കൂടെ, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും തുല്യമാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ വ്യാസം എത്ര യൂണിറ്റ് ആണെന്നാണ് ചോദ്യം. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr, പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ πr². Therefore 2πr സമം πr² എന്ന് പറഞ്ഞാൽ π × r × r എന്നാ. r² എന്ന് പറഞ്ഞാൽ r × r ആണല്ലോ. പയ്യും പയ്യും വെട്ടും, ആറും വെട്ടും, ബാക്കി ഉണ്ടാവുക ഇവിടെ ഒരു 6, ഇവിടെ ഒരു 2. അപ്പം അതിനർത്ഥം റേഡിയസ് ആരം 2 ആണ്. റേഡിയസ് ആരം 2 ആണെങ്കിൽ വ്യാസം റേഡിയസിന്റെ ഡബിളാ, 2ന്റെ ഡബിൾ 4, വ്യാസം കിട്ടുന്നു 4 യൂണിറ്റ്. ഓപ്ഷൻ സി. സെറ്റല്ലേ? ക്ലിയർ. അടുത്തത്, 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എന്താ? അപ്പൊ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: ഒരു സമചതുരം, അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വൃത്തം, ഈ സമചതുരത്തിന്റെ ചുറ്റളവ് 16 ആണെങ്കിൽ അതിൻ്റെ വൃത്തത്തിന്റെ പരപ്പളവ് എന്താന്ന് കാണണം. അപ്പൊ ആലോചിക്കുക, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 16. സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 4a ആണ്. 4a 16. Therefore a എന്താ? ഗുണിക്കണം 4 ഇങ്ങോട്ട് എടുത്താൽ 16 ഹരിക്കണം 4. 16 എത്ര? 4. 4 4. അപ്പൊ ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും തുല്യ. അപ്പൊ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന്റെ വ്യാസം എത്രയായിരിക്കും? ഇതേ നീളം തന്നെയല്ലേ താഴെയും വരിക. അപ്പൊ വൃത്തത്തിന്റെ വ്യാസം 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൃത്തത്തിന്റെ ആരം എത്രയായിരിക്കും? 4ന്റെ പകുതി 2. വൃത്തത്തിന്റെ ആരം കിട്ടി 2. ഇനി പരപ്പളവ് കാണാലോ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr². പൈൻ്റെ വില 3.14 ആണ്. റേഡിയസ് 2 ആണ്. 2² ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 2² 4. എങ്ങനെയാ പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കുക? പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക, അവസാനം പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഒഴിവാക്കിയ 314 ഇൻറ്റു 4. 4 4 16, 1 ശിഷ്ടം. 1 4 4 1 5, 3 4 12. ഉത്തരം കിട്ടുന്നു 1256. ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാ പോയിന്റ്. അപ്പൊ ഉത്തരത്തിലും 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം. ഉത്തരം 12.56. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും തുല്യമായിട്ടുള്ള ചതുര. അപ്പൊ എല്ലാ സൈഡും എത്ര ഇട്ട് കൊടുത്താലാ ചുറ്റളവ് 16 കിട്ടുക? എല്ലാ സൈഡും 4 ഇട്ട് കൊടുത്താലാ ചുറ്റളവ് 16 കിട്ടുക. അപ്പൊ നമ്മുടെ സമചതുരത്തിന്റെ ഒരു സൈഡ് 4. ഇനി അതിൻ്റെ ഉള്ളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ അതിൻ്റെ ആരം അറിയണം. ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഈ 4ന് തുല്യ. അപ്പം ആരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 2. അപ്പം പരപ്പളവ് πr². പൈൻ്റെ വില 3.14 ആണ്. r² എന്ന് പറഞ്ഞാൽ 2² 2² 4 അല്ലേ. അപ്പം 3.14 ഇൻറ്റു 4. പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാൻ പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക, അവസാനം എത്ര സ്ഥാനമാണോ പോയിന്റ് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടുന്നത്. അപ്പോൾ ഉത്തരം 12.56. ഇങ്ങനെയൊക്കെയാണ് ജിയോമെട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാണാൻ പറ്റും. അടുത്തത്, ക്ലോക്കിലെ സമയം 5:10 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ സമയം എത്രയായിരിക്കും? അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് ഒരു ക്ലോക്കിലെ സമയം 5:10 ആണെങ്കിൽ അതൊരു കണ്ണാടിയുടെ മുമ്പിൽ കാണിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ഇങ്ങനെ ഒരു ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയം ചോദിക്കുകയാണെങ്കിൽ ക്ലോക്കിലെ സമയം 11 മണിക്ക് താഴെയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കാണാൻ 11:60 നിന്നും ഈ 5:10 എന്ന് പറയുന്ന സമയം കുറച്ചാൽ മതി. 0 നിന്ന് 0 കുറച്ചാൽ 0, 6 നിന്ന് 1 പോയാൽ 5, 11 നിന്ന് 5 പോയാൽ 6. ഉത്തരം 6:50. ഓപ്ഷൻ ബി. ഒന്നും കൂടെ, ഒരു ക്ലോക്കിലെ ഒരു സമയം തന്നിട്ട്
ആ ക്ലോക്ക് ഒരു കണ്ണാടിയിൽ കാണിച്ച ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് ക്ലോക്കിലെ സമയം 11 മണിക്ക് താഴെയാണെങ്കിൽ 5:10 എന്ന് പറഞ്ഞാൽ 11 മണിക്ക് താഴെയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കാണാൻ 11:60 നിന്നും 5:10 കുറച്ചാൽ മതി. എത്രയാ കുറച്ചാ കിട്ടുക? 0, 5, 11 5 പോയ 6, ഉത്തരം 6:50. ഇതാണ് ഐഡിയ. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയാം, ഇതേ മോഡൽ ഒന്നും കൂടെ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്ക് സമയം 9:30 കാണിക്കുന്നു. യഥാർത്ഥ സമയം എന്താ? സെയിം പരിപാടി. 9:30 എന്ന് പറഞ്ഞാൽ 11 മണിയുടെ താഴെയല്ലേ? അപ്പൊ ക്ലോക്കിലെ സമയം, പ്രതിബിംബത്തിലെ സമയം ഇയാളാണെങ്കിൽ ഒറിജിനൽ സമയം കാണാൻ സെയിം പരിപാടി. 11:60 നിന്നും ഈ 9:30 അങ്ങോട്ട് കുറച്ചാൽ മതി. 0, 6 3 പോയ 3, 11 9 പോയ 2. അപ്പൊ ഉത്തരം 2:30. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരും. റെഡിയല്ലേ? ക്ലിയർ ആണ്, സെറ്റാണ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ചെയ്യാം. നെക്സ്റ്റ് വൺ. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എ 5 ദിവസം ജോലി ചെയ്തതിന് ശേഷം നിർത്തിപ്പോയി. ബാക്കി ജോലി ചെയ്തു തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? ഇതാണ് ചോദ്യം. അപ്പം ഞാൻ പറയാം. ചോദ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കുന്നു. ബി അതേ ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ 5 ദിവസം ഒരു പണി ചെയ്തു. ബാക്കിയുള്ള പണി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് തുടങ്ങാം. ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 20ൻ്റെയും 12ൻ്റെയും ലസാഗു LCM കാണുക. 20ൻ്റെയും 12ൻ്റെയും ലസാഗു LCM എത്രയാ? LCM കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക 20. 20 കൊണ്ട് 12നെ ഹരിക്കാൻ പറ്റുമെങ്കിൽ 20 LCM. പറ്റുന്നില്ല. അപ്പോൾ 20ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 40. 40 കൊണ്ട് 12നെ ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 40 അല്ല LCM. 20ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 60. 60 കൊണ്ട് 12നെ ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ 60 LCM. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 20ൻ്റെയും 12ൻ്റെയും LCM കാണുക 60. ഇനി ചെയ്യുക. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 20നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 60 ആവുക നോക്കുക. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60. 12നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 60 ആവുക? 5 കൊണ്ട് ഗുണിച്ചാൽ 60. ഇനിയാണ് നമ്മുടെ കളികൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഈ 3 എന്ന് പറയുന്നത് എന്റെ എഫിഷ്യൻസിയാണ്. 5 എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസിയാണ്. 60 എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ്. 5 ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വർക്ക് തീരും? വർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ. എൻ്റെ എഫിഷ്യൻസി എത്രയാ? 3 ഇൻറ്റു ടൈം എത്രയാ? 5 ദിവസം. അപ്പം 3 5 15 വർക്കാണ് തീർത്തത്. ബാക്കി എത്ര വർക്ക് ഉണ്ട്? ടോട്ടൽ വർക്കാണ് ഈ LCM എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് 60. അപ്പം അതിൽ 15 വർക്ക് തീർന്നു. ബാക്കിയുള്ള വർക്ക് 60ന്ന് 15 കുറച്ചാൽ 45 ബാക്കിയുള്ള വർക്ക്. ഈ വർക്ക് ബി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ ടൈമാണ് കാണേണ്ടത്. ടൈം കാണാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. വർക്ക് 45, ബീൻ്റെ എഫിഷ്യൻസി 5. 45/5 9. 9 ദിവസം കൊണ്ടാണ് ബി ആ പണി തീർക്കുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ കാണിക്കും. ടൈം ആൻഡ് വർക്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. ചെയ്യാനുള്ള എളുപ്പവഴി പഠിച്ചു വെച്ചോ, സിമ്പിളാണ്. ആദ്യം എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. നമ്മൾ 20ൻ്റെയും 12ൻ്റെയും LCM കാണുക. 20ൻ്റെയും 12ൻ്റെയും LCM ലെസ്സാകൂ 60. ഇനി 20നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 60 കിട്ടുക നോക്കുക. 3 കൊണ്ട് ഗുണിച്ചാലാ. 12നെ 5 കൊണ്ട് ഗുണിച്ചാലാ 60 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 3 എൻ്റെ എഫിഷ്യൻസി, 5 ബിയുടെ എഫിഷ്യൻസി, ഈ 60 ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇതാദ്യം തന്നെ കണ്ടുവെക്കുക. ഇനി ചോദ്യത്തിലേക്ക് വരാം. എ
ഈ പണി എത്ര ദിവസം കൊണ്ട് ചെയ്തു? എ ഈ പണി 5 ദിവസം ചെയ്തു. അപ്പം എത്ര പണി തീർന്നു എന്ന് എങ്ങനെ കാണുക? വർക്ക് കാണാനുള്ള ഇക്വേഷൻ എഫിഷ്യൻസി ഇൻറ്റു ടൈമാ. എൻ്റെ എഫിഷ്യൻസി 3, ടൈം എത്രയാ? 5. 3 5 15 പണി എ തീർത്തു. ഇനി ബാക്കി എത്ര പണി ഉണ്ട് എന്ന് നോക്കണം. ബാക്കിയുള്ള പണി എത്രയാ? ടോട്ടൽ വർക്ക് 60, അതിൽ 15 പണി തീർന്നാൽ ബാക്കിയുള്ളത് 45 പണിയാണ്. ഈ 45 പണി ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടെത്തണം. ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ഇക്വേഷൻ. വർക്ക് എത്രയാ? 45 വർക്ക് ബാക്കിയുണ്ട്. എഫിഷ്യൻസി എത്രയാ? ബീൻ്റെ എഫിഷ്യൻസി 5. 45 ഹരിക്കണം 5 9. ഉത്തരം കിട്ടുന്നത് 9 ദിവസം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഐഡിയ. ഈ രീതിയിലാണ് ഇത് ചെയ്യുക. ക്ലിയർ അല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. 2-3 ചോദ്യങ്ങൾ ഇങ്ങനെ ടൈം ആൻഡ് വർക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ APU എക്സാമിന് വന്നിട്ടുണ്ട്. ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഒരു രീതിയും കൂടെ ചെയ്യാം. ഒന്നും കൂടെ. എക്ക് ഒരു ജോലി ചെയ്യാൻ 50 ദിവസം വേണം. ബിക്ക് അതേ ജോലി ചെയ്യാൻ 40 ദിവസം മതി. രണ്ടുപേരും കൂടെ 10 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം എ പോയി. ബി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? APOക്ക് തന്നെ ചോദിച്ച ചോദ്യം. ഒന്നും കൂടെ പറയാം. എ 50 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. ബി 40 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ 50ൻ്റെയും 40ൻ്റെയും LCM കാണണം. 50ൻ്റെയും 40ൻ്റെയും LCM എങ്ങനെ കാണുക? കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക 50. 50 കൊണ്ട് 40നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 50ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 100. 100 കൊണ്ട് 40നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 150. 150 കൊണ്ട് 40നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 200. 200 കൊണ്ട് 40നെ ഹരിക്കാം. അപ്പം 40ൻ്റെയും 50ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 200. ഇനി നോക്കുക, 50നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 200 കിട്ടുക? 50നെ 4 കൊണ്ട് ഗുണിച്ചാലാ 200. 40നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 200? 5 കൊണ്ട് ഗുണിച്ചാലാ 200. അപ്പം നമുക്ക് കിട്ടി എൻ്റെ എഫിഷ്യൻസി എത്രയാ? എൻ്റെ എഫിഷ്യൻസി 4, ബീൻ്റെ എഫിഷ്യൻസി 5. ടോട്ടൽ വർക്ക് എത്രയാ? 200. ഇനി ചോദ്യത്തിലേക്ക് വരാം. എന്താ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞ സാധനം? എയും ബിയും കൂടെ ഒരുമിച്ച് ഈ പണി 10 ദിവസം ചെയ്തു. എയും ബിയും കൂടെ ഈ പണി ഒരുമിച്ച് 10 ദിവസം ചെയ്തു. അപ്പം എത്ര വർക്ക് നടന്നു? വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈമാ. എഫിഷ്യൻസി ആരാ? ഇവിടെ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുക. എൻ്റെ എഫിഷ്യൻസി 4, ബീൻ്റെ എഫിഷ്യൻസി 5. അപ്പം എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി 4 5 കൂട്ടിയ 9. ഇൻറ്റു ടൈം എത്രയാ? 10. 9 ഇൻറ്റു 10 കിട്ടുക 90. അപ്പം 90 വർക്ക് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ട്? ടോട്ടൽ വർക്ക് 200. അതിൽ 90 വർക്ക് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 110 വർക്ക്. ഈ വർക്ക് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പം ടൈം കാണണം. ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് 110, ബീൻ്റെ എഫിഷ്യൻസി 5. 110 ഹരിക്കണം 5. 100ൽ 5 20. 110 ആവുമ്പോൾ 22. ഉത്തരം 22 ദിവസം. ഓപ്ഷൻ സി. സിമ്പിൾ അല്ലേ? അത്ര സിമ്പിളല്ല. APOക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ടൈം ആൻഡ് വർക്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ ആ മോഡലിലുള്ള തന്നതാ. ഒന്നും കൂടെ. എ 50 ദിവസം കൊണ്ട് തീർക്കും. ബി 40 ദിവസം കൊണ്ട് തീർക്കും. അവരുടെ LCM 200. 50നെ 4 കൊണ്ട് ഗുണിച്ചാൽ 200. 40നെ 5 കൊണ്ട് ഗുണിച്ചാൽ 200. അപ്പം എൻ്റെ എഫിഷ്യൻസി 4, ബീൻ്റെ എഫിഷ്യൻസി 5. ടോട്ടൽ വർക്ക് 200. എയും ബിയും കൂടെ 10 ദിവസം ആ പണി തീർക്കും. അല്ലെങ്കിൽ 10 ദിവസം ആ പണി ചെയ്യും എയും ബിയും കൂടെ. അപ്പം എത്ര വർക്ക് നടന്നു? എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി എത്രയാ? എൻ്റെത് 4, ബീൻ്റെത് 5. രണ്ടാളും കൂടെ 5 4 9. ടൈം 10. അപ്പം ടോട്ടൽ 90 വർക്ക് തീർന്നു. ഇനി 200ൽ ബാക്കിയുള്ളത് 110 വർക്കാണ്. അത് തീർക്കാൻ ബിക്ക് എത്ര സമയം വേണം? വർക്ക് 110, ടൈം 5, സമയം 22. കുറച്ചും കൂടെ കത്താൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഒന്നും കൂടെ സെയിം പരിപാടി. എ ഒരു ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രണ്ടുപേരും ചേർന്ന് 6 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം എ പോയി. ബാക്കി ബി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ചെയ്തു നോക്കാം. ആദ്യം 18ൻ്റെയും 12ൻ്റെയും LCM കാണുക. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. 36 LCM കിട്ടുക. ചെയ്തു നോക്കണേ. 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ 36, 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 36. അപ്പം എൻ്റെ എഫിഷ്യൻസി 2, ബീൻ്റെ എഫിഷ്യൻസി കിട്ടുക 3. നമ്മളോട് പറഞ്ഞത് എയും ബിയും കൂടെ ഈ പണി എത്ര ദിവസം ചെയ്തു? 6 ദിവസം ചെയ്തു. അപ്പം എത്ര വർക്ക് കംപ്ലീറ്റ് ആയി?
വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. എഫിഷ്യൻസി എന്താ? എൻ്റെത് 2, ബീൻ്റെത് 3. അപ്പം ടോട്ടൽ 2ഉം 3ഉം എഫിഷ്യൻസി 5. ടൈം എത്രയാ? 6. 5 6 30. അപ്പം ടോട്ടൽ വർക്ക് 30 അവിടെ കഴിഞ്ഞു. ബാക്കിയുള്ള വർക്ക് എത്രയാ? ടോട്ടൽ വർക്ക് 36 അതിൽ 30 കഴിഞ്ഞാൽ ബാക്കി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 36 - 30. ഇനി അവിടെ ഒരു 6 വർക്ക് നടന്നാൽ മതി. അത് ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര സമയമെടുക്കും? ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് 6, ബീൻ്റെ എഫിഷ്യൻസി 3, 6/3 2 ദിവസം കൊണ്ട് ആ പണി തീരും. റെഡിയാണോ? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നിങ്ങളുടെ APU എക്സാമിനേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറിയ ചോദ്യങ്ങൾ മാത്രമല്ലാതെ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പല കൊല്ലങ്ങളിലും പല തലത്തിലാണ് APU ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ കൊല്ലം പൊതുവേ സിമ്പിളായിരുന്നു. ഇക്കൊല്ലം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് പോവണ്ട. കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ആലോചിച്ച് പോകണ്ട. ചിലപ്പം വിധം മാറും, ചിലപ്പം കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും എല്ലാ ലെവലിലുള്ള ചോദ്യങ്ങളും ചെയ്ത് പ്രാക്ടീസ് ആക്കിയിട്ട് പോകണം. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് സൈലം BSCയുടെ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഫ്രീ ഡെയിലി ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ബാച്ചിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും സൈലം BSCയുടെ ആപ്പ് മാത്രം ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആപ്പ് മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദിവസവും എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഏപ്രിൽ 13 മുതൽ ആരംഭിക്കുന്നുണ്ട്. സൈലന്റ് ലേണിംഗ് ആപ്പിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു ബാച്ചിലും ജോയിൻ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും അല്ലെങ്കിൽ ആ സൈലം ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ഫ്രീ ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അത് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ എക്സാമുകൾ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ കൂട്ടുന്ന രീതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.